ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മൾ കഴിഞ്ഞ 13 ക്ലാസ്സുകളായിട്ട് യഹൂദ രാജാവായ യോശിയാവിനെ പറ്റി ചിന്തിക്കുമായിരുന്നുവല്ലോ. ഇന്ന് നമ്മൾ അതിൻ്റെ അവസാന ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ യോശിയാവിൻ്റെ കാലത്ത് ആചരിച്ച പെസഹയുടെ പ്രത്യേകതകളെ പറ്റിയാണ് നമ്മൾ കണ്ടത്. യോശിയ രാജാവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവായിരുന്നു എന്ന് നമ്മൾ കണ്ടു. യോശിയാവ് ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അനുസരിക്കുവാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. 2 രാജാക്കന്മാർ 23 അധ്യായം 25 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെപ്പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായപ്രമാണം പ്രകാരമൊക്കെയും യഹോവെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുൻപുണ്ടായിട്ടില്ല, പിൻപ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല. യോശിയാവിനെ പറ്റി ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അല്ലേ? പ്രിയ സഹോദരിമാരെ, യോശിയാവിൻ്റെ ജീവിതം നമുക്കും ഒരു ചാലഞ്ചായിരിക്കട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട രാജാവായ യോശിയാവ്. ഇന്ന് നമുക്ക് യോശിയ രാജാവിൻ്റെ അവസാന നാളുകളെ പറ്റി ഒന്ന് ചിന്തിക്കാം. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് 2 ദിനവൃത്താന്തം 35-20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലാണ്. മിസ്രൈം രാജാവായ നെക്കോ ഫ്രാത്തിന് സമീപത്തുള്ള കർക്കമേഷ് ആക്രമിക്കുവാൻ പോകുമ്പോൾ യോശിയാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു. അസീര്യ രാജാവുമായിട്ട് നെക്കോ രാജാവ് ഒരു ട്രീറ്റി ചെയ്തിരുന്നു. ബാബിലോൺ രാജ്യം പ്രബലം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അസീര്യ രാജാവും നെക്കോ രാജാവും ഒരുമിച്ച് ബാബിലോണെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്ന ഒരു സമയമായിരുന്നു ഇത്. അങ്ങനെ ഇവർക്കെതിരായി യോശിയ രാജാവ് യുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇത് അറിഞ്ഞ നെക്കോ രാജാവ് യോശിയാവിൻ്റെ അടുക്കൽ തൻ്റെ ദൂതന്മാരെ അയക്കുകയാണ്. ഒരു വാർണിംഗ് എന്ന നിലയിൽ യോശിയാവിനോട് പിന്മാറുവാൻ അപേക്ഷിക്കുകയാണ്. 22 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നെക്കോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗ്ദോർ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു. യോശിയാവിൻ്റെ ജീവിതത്തിൽ ഒരു ഗുരുതരമായ വീഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവിക ആലോചന ചോദിക്കാതെ യോശിയാവ് ഇവിടെ യുദ്ധത്തിന് പുറപ്പെടുന്നു. ഇവിടെ യോശിയാവിൻ്റെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ട യോശിയാവ് ദാരുണമായി മുറിവേൽക്കുകയാണ്. അതിനെ തുടർന്ന് യോശിയ രാജാവിൻ്റെ മരണം സംഭവിക്കുകയാണ്. കാലം ഇത്രയും ന്യായപ്രമാണത്തിനും ദൈവിക കൽപ്പനകൾക്കും വളരെ പ്രാധാന്യം കൊടുത്ത യോശിയാവ് ഇവിടെ തൻ്റെ ജീവിതത്തിൽ ഒരു പാകപ്പിഴവ് സംഭവിക്കുന്നു. അതിന് താൻ കൊടുക്കേണ്ടി വന്ന വില എത്രയോ വലുതാണ്. പ്രിയ സഹോദരിമാരെ, ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും വളരെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവിക ആലോചന ചോദിക്കാതെ നമ്മുടേതായ ഇഷ്ടത്തിന് നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ തിക്തഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ബിലെയാം അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. പ്രിയ സഹോദരിമാരെ, അങ്ങനെ യോശിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അനേക പാഠങ്ങൾ പഠിക്കുവാൻ ഉണ്ട്. ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദൈവാലയത്തിനും വളരെയേറെ പ്രാധാന്യം കൊടുത്ത ഒരു രാജാവ്. മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടമായുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഉത്സാഹിച്ച ഒരു രാജാവ്. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വിട്ട് മാറാത്ത ഒരു രാജാവ്. തൻ്റെ ഭരണസമയത്ത് സ്പിരിച്വൽ റിഫോംസ് കൊണ്ടുവന്ന രാജാവ്. മാത്രമല്ല, പെസഹ ആചരിക്കുവാൻ ഉത്സാഹിച്ച രാജാവ്. മാത്രമല്ല, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെ നീക്കിക്കളഞ്ഞ രാജാവ്. എന്നാൽ തൻ്റെ അന്ത്യം
എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ഇന്ന് കണ്ടുവല്ലോ. ദൈവിക ആലോചനയിൽ നിന്ന് താൻ മാറിയപ്പോൾ തനിക്കുണ്ടായ തിക്തഫലം നമ്മൾ കാണുകയുണ്ടായി. പ്രിയ സഹോദരിമാരെ, ഈ ആത്മീയ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നെഹമ്യാവ് ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ ഒന്ന് പണിയുവാൻ, മാത്രമല്ല നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നല്ലവളും വിശ്വസ്തദാസ്യേ എന്നുള്ള വിളി കേൾപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന ക്രിസ്തീയ സഹോദരിയുടെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരിമാരുടെ നന്ദി ഞാൻ ഇത്തരുണത്തിൽ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.